ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പലരും എന്നോട് കമൻസിൽ യൂട്യൂബിൽ എങ്ങനെ 4000 വാച്ച് അവേഴ്സ് തികയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. യൂട്യൂബിലേക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും 1000 സബും 4000 വാച്ച് അവേഴ്സും തികയ്ക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ 4000 വാച്ച് അവേഴ്സും 1000 സബും തികച്ചാൽ മാത്രമേ നമ്മൾക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പൈസ ഉണ്ടാക്കുക എന്ന ആഗ്രഹമാണ് എല്ലാവർക്കും. അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് യൂട്യൂബിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി പോകാനായിട്ട് കുറേ ആളുകളുണ്ട്. അതാരാന്നറിയാവോ? നമ്മുടെ ചാനൽ വന്നിട്ട് പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്തു തരാം, അതായത് 1000 സബ് 4000 വാച്ച് അവരും കംപ്ലീറ്റ് ചെയ്തു തരാം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ പലരും ഇങ്ങനെ പരസ്യങ്ങളൊക്കെ ഇടുന്നത് നിങ്ങളിൽ പലരും കണ്ടു കാണും. പല പുതിയ ക്രിയേറ്റേഴ്സും അങ്ങോട്ട് പോയി ചാടും. സാധാരണ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവർ വന്നിട്ട് ഒരു 10,000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് വലിയൊരു ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവർ തരുന്നത് വന്നിട്ട് ഓർഗാനിക് വ്യൂസ് അല്ല, ഈ ബോട്ടോ കമ്പ്യൂട്ടറോ ഒക്കെ വെച്ച് കിട്ടുന്ന വ്യൂസാണ്. അപ്പോൾ പലരും ഇവരെ വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പൈസയും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരിൽ പലരും മോണിറ്റൈസ് ചെയ്ത് കൊടുക്കുമെങ്കിലും നമ്മൾക്ക് നല്ല ഒരു യൂട്യൂബർ ആകണമെങ്കിൽ, വ്യൂസ് വരണമെങ്കിൽ നമ്മൾ പ്രയത്നിച്ച് കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. ഇപ്പോൾ കാശ് കൊടുത്തിട്ട് മോണിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്രശ്നം വരുമ്പോൾ യൂട്യൂബ് നമ്മളുടെ മോണിറ്റൈസേഷൻ തന്നെ കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാത്രവുമല്ല, ഈ കാശ് കൊടുത്ത് നമ്മൾ മോണിറ്റൈസ് ചെയ്യുമ്പോഴേക്കും മോണിറ്റൈസ് ആയി കിട്ടും ചാനൽ. പക്ഷേ നമ്മളിടുന്ന വീഡിയോസിന് വന്നിട്ട് വ്യൂസ് ഒന്നും സാധാരണ നന്നായിട്ട് കിട്ടാറില്ല. അപ്പോൾ വ്യൂസ് വന്നില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈ പൈസ വരുന്നത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പല രീതികളിൽ കൂടിയും നമ്മുടെ വീഡിയോസിലോട്ട് വ്യൂസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന് ചില ടിപ്സ് ഞാനിവിടെ സൂചിപ്പിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ വീഡിയോസിന് വന്നിട്ട് നല്ലൊരു തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള നല്ല നല്ല തംബ്നെയിൽസ് ഉണ്ടാക്കണം. പിന്നെ അതുപോലെ വന്നിട്ട് കീവേഡ്സ് വളരെ പ്രധാനമാണ്. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ പ്രധാനപ്പെട്ട നല്ല നല്ല കീവേഡ്സൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഉള്ളത്, നമ്മൾ ഈ കൃത്യസമയത്തും ഒരേ സമയം ഒരേപോലെ കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുക, അത് വളരെ ഗുണകരമാണ്. പിന്നെ നമുക്ക് വേറെ ഒന്ന് ചെയ്യാനുള്ളത്, ഈ കമ്മ്യൂണിറ്റി ടാബ് പലരും അത് ശരിയായുള്ള രീതിയിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൽ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് ഈ ഓഡിയൻസുമായിട്ട് നമ്മൾ എപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വീഡിയോസ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നല്ല മൈക്ക് ഉപയോഗിക്കുക. പലരുടെയും വീഡിയോസിൽ ഈ ഓഡിയോ ഒന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പിന്നെ നല്ല ക്യാമറ വെച്ച് ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കാണാറില്ല. ഈ ലൈവ് സ്ട്രീമിംഗ് വഴി നമ്മളുടെ ഈ ഓഡിയൻസുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴേക്കും പലർക്കും നമ്മളെ പരിചയമായി കഴിഞ്ഞാൽ അവരുടെയൊക്കെ നല്ല നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ട് വഴി മാത്രമേ നമുക്ക് വ്യൂസ് കൂട്ടുവാനും ഓർഗാനിക്കായിട്ടുള്ള വ്യൂസ് കൊണ്ടുവരാനുമായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നല്ല യൂട്യൂബർ ആകണമെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് ചെയ്തും പിന്നെ നല്ല ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അവതരണ ശൈലി, നമ്മളത് തംബ്നെയിൽ എങ്ങനെ ഉപയോഗിക്കുക, അതൊക്കെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇനി മുന്നോട്ടും ഞാൻ ഇതുപോലെയുള്ള
ടിപ്സുകൾ, ഈ നല്ല വ്യൂസ് കിട്ടാനും ഇതുപോലെയുള്ള ടിപ്സുകളുമായിട്ട് മുമ്പോട്ട് ഞാൻ ഇനിയും ഷെയർ ചെയ്യാം. പല വീഡിയോസ് ഇനിയും ഇതിനെക്കുറിച്ച് ധാരാളം ഈ യൂട്യൂബിൻ്റെ ഓരോരോ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക്, അതുപോലെ ഇപ്പം അടുത്തിടെ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. യൂട്യൂബ് വഴി ഗെയിംസ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളതും അത് ഞാൻ അടുത്ത വീഡിയോസിൽ ഈ പുതിയ വരുന്ന അപ്ഡേറ്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇനിയുള്ള സംശയങ്ങളും എനിക്ക് പറഞ്ഞു തരാൻ അറിയാവുന്ന സംശയങ്ങളാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻസ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യൂ. പുതിയ ക്രിയേറ്റേഴ്സൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് നീങ്ങുവാൻ. അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വലിയ, നമ്മളൊരു ചെറിയ ചെടി നട്ടിട്ട് അതിനെ സൂക്ഷിച്ച് വലിയൊരു വൃക്ഷമാക്കി തീർത്താലേ നമുക്ക് അതിൽ നിന്നും ഫലം കിട്ടുകയുള്ളൂ അല്ലേ. അതുപോലെയാണ് യൂട്യൂബും. നമ്മളതിനെ നല്ല രീതിയിൽ വളർത്തി മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾക്കതിൽ നിന്നും പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായ വഴിയിൽ കൂടി മുമ്പോട്ട് പോയാൽ വലിയ പരുക്കുകളൊന്നും കൂടാതെ തന്നെ കുറച്ച് കാലമാകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂട്യൂബിൽ വർക്ക് ചെയ്ത് നല്ലൊരു ക്രിയേറ്ററായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണുന്നത് വരെ ബൈ.